തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ ചിത്രം ഏകദേശം വ്യക്തമായിരിക്കുന്നു. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് 25 സീറ്റുകൾ പോലും ബീഹാറിൽ കിട്ടാൻ സാധ്യതയില്ലെന്നും BJP സഖ്യം തകർന്നടിയുമെന്നും സർവേ നടത്തി കണ്ടെത്തിയതോടെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കൂടിയായ പ്രശാന്ത് കിഷോർ മത്സരത്തിൽ നിന്നും പിന്മാറിയിരിക്കുന്നു. രാഘോപൂർ മണ്ഡലത്തിൽ ഇന്ത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവിനോട് മത്സരിക്കുമെന്ന് ആദ്യം തന്നെ പ്രഖ്യാപിച്ച മഹാനാണ് പ്രശാന്ത് കിഷോർ. അദ്ദേഹമാണ് ഇപ്പോൾ നിരുപാധികം പിൻവാങ്ങുന്നത്. ഇന്ത്യ മുന്നണിയുടെ ഒരു തരംഗമുണ്ടാകുമെന്ന് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നു. നമുക്കറിയാം, പ്രശാന്ത് കിഷോർ ചില്ലറക്കാരനല്ല. നരേന്ദ്രമോദി അടക്കമുള്ളവരെ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ച രാഷ്ട്രീയ തന്ത്രജ്ഞൻ. കേരളത്തിലെ ഒട്ടനവധി മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ സഹായിച്ച ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ അദ്ദേഹമാണ്. ബീഹാറിൻ്റെ ഓരോ സ്ഥിതിഗതികളും മനസ്സിലാക്കിക്കൊണ്ട് സ്വയം പിന്മാറിയിരിക്കുന്നത്. BJPയോടും NDA സഖ്യത്തോടും ഏറെ ആഭിമുഖ്യം പുലർത്തുന്ന അദ്ദേഹം അവർ വരികയാണെങ്കിൽ ഒരു കൈ നോക്കാം എന്നുള്ള ചിന്തയിലായിരുന്നു. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ വലിയ വിമർശകനായ പ്രശാന്ത് കിഷോർ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒരു തരംഗമുണ്ടാകുമെന്നുള്ളത് കണ്ടെത്തിയതോടുകൂടിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നവംബർ ആദ്യ വാരത്തിൽ നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാനേ ഇല്ല എന്നാണ് ജൻ സുരാജ് പാർട്ടി സ്ഥാപകൻ കൂടിയായ പ്രശാന്ത് കിഷോർ ഇപ്പോൾ പ്രഖ്യാപിച്ചത്. തൻ്റെ പാർട്ടിയുടെ വലിയ നന്മക്കായിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്ന് അദ്ദേഹം പറയുന്നു. അതിനർത്ഥം താൻ മത്സരിച്ച് തോറ്റാൽ തൻ്റെ പാർട്ടി തന്നെ ഉണ്ടാകില്ല, അതുകൊണ്ട് ഒരു നന്മ ചെയ്യുന്നു എന്നുള്ളതാണ്. താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ അത് തൻ്റെ ജന്മനാടായ കർഹഗാറിൽ നിന്നോ അല്ലെങ്കിൽ RJDയുടെ ശക്തി കേന്ദ്രമായ രാഘോപൂരിൽ നിന്നോ ആയിരിക്കുമെന്ന് പ്രഖ്യാപിച്ചൊരു നേതാവാണ് ഇപ്പോൾ ഒന്നും പറയാതെ പിൻവാങ്ങിയിരിക്കുന്നത്. ജൻ സുരാജ് പാർട്ടിയുടെ ആദ്യ പട്ടികയിൽ കർഗഹാറിൽ നിന്ന് റിതേഷ് രഞ്ജനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. തൻ്റെ ജന്മനാട്ടിൽ പോലും മത്സരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. രാഘോപൂർ നിയമസഭാ സീറ്റിൽ ചഞ്ചൽ സിംഗിനെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ രാത്രിയിൽ അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം കണ്ണുവച്ച 2 മണ്ഡലങ്ങളും മറ്റുള്ളവർക്ക് വിട്ടു നൽകി സ്വയം പിൻവാങ്ങിയിരിക്കുന്നു. രാഘോപൂർ തേജസ്വി യാദവ് പ്രതിനിധീകരിക്കുന്ന RJDയുടെ ശക്തി കേന്ദ്രമാണ്. അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ കിഷോറിന് കടുത്ത പോരാട്ടം നേരിടേണ്ടി വരുമായിരുന്നു എന്ന് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ല എന്ന് ഉറപ്പിച്ചതോടെയാണ് ഈ പിന്മാറ്റം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പ്രശാന്ത് കിഷോറിനെ ഒരു മണ്ഡലത്തിൽ തളച്ചിടുകയും പാർട്ടിയുടെ പ്രചരണത്തെ ബാധിക്കുകയും ചെയ്യുമെന്ന സാമാന്യ വിലയിരുത്തലിലേക്കാണ് അദ്ദേഹം മാറിയിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒളിച്ചോട്ടത്തിന് ഒരു കാരണം പറയുന്നു എന്ന് മാത്രം. താൻ സംഘടനാ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും മത്സരിക്കേണ്ടെന്നും പാർട്ടി തീരുമാനിച്ചതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു പാർട്ടിയുടെ തീരുമാനം ഇദ്ദേഹം തന്നെ മാറ്റിമറിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. 150 സീറ്റിൽ കുറഞ്ഞതെന്തും പാർട്ടി പരാജയമായി കണക്കാക്കുമെന്നും അദ്ദേഹം വീമ്പിളക്കുകയാണ്. നമുക്കറിയാം, ബീഹാറിൽ ഇപ്പോൾ ഭരിക്കുന്നത് NDA ആണ്. JDUവിൻ്റെ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാണ്. BJP 70ലേറെ സീറ്റുണ്ടായിട്ടും 45ഓളം സീറ്റുള്ള JDUവിനാണ് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയത്. എന്നാൽ ഇത്തവണ JDUവിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്നാണ് പ്രശാന്ത് കിഷോറിൻ്റെ സർവേയിൽ നിന്നും വ്യക്തമാകുന്നത്. നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള JDU 25 സീറ്റുകൾ പോലും നേടാൻ പാടുപെടുമെന്നാണ് സർവേയിൽ പറയുന്നത്. NDA തീർച്ചയായും പുറത്തേക്കുള്ള വഴിയിലാണ്. നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യമല്ല എന്നാണ് പ്രശാന്ത് കിഷോർ വ്യക്തമാക്കുന്നത്. JDUവിനെ കാത്തിരിക്കുന്നത് എന്ത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങളൊരു തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനാകേണ്ടതില്ല എന്നുള്ളതും അദ്ദേഹം ഉറപ്പിക്കുന്നു. കാരണം അത്രയ്ക്കും ഭരണവിരുദ്ധ വികാരമാണ് ബീഹാറിലുള്ളത് എന്നുള്ളത് ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ തന്നെ പുറത്തു പറയുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ചിരാഗ് പാസ്വാൻ ഒരു കലാപം നടത്തി. ആ പാർട്ടിയുടെ സ്ത്രീകൾക്കെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തി. അവരിൽ പലരും അപ്രസക്തരായിരുന്നുവെന്നും ഇത് അവരുടെ സീറ്റുകളുടെ എണ്ണം 43ആയി കുറയാൻ കാരണമായി എന്നും പറയുന്നു. അങ്ങനെ ചിരാഗ് പാസ്വാനും നിതീഷ് കുമാറും തമ്മിലുള്ള വലിയ ശത്രുത ഇപ്പോഴും നിലനിൽക്കുകയും അവർ ഒരേ മുന്നണിയിൽ തുടരുകയും ചെയ്യുന്നു. ഇതെല്ലാം NDAയുടെ വലിയ പരാജയത്തിന് കാരണമാകും എന്ന് പ്രശാന്ത് കിഷോർ വിലയിരുത്തുന്നു. ഏതായാലും ഇന്ത്യ മുന്നണിയുടെ വലിയ മുന്നേറ്റമുണ്ടാകുമെന്നും ഇപ്പോഴത്തെ ഭരണകക്ഷിയായ NDA മുന്നണി തകർന്നടിയുമെന്നും സർവേയിൽ വളരെ വ്യക്തമായി കണ്ടെത്തിയതോടെ പ്രശാന്ത് കിഷോർ തൽക്കാലത്തേക്ക് മത്സരിക്കാനില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്.